അങ്ങനെ വാൽപ്പാറയിൽ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെ മൃതദേഹം പൊള്ളാച്ചിയിൽ നിന്നും മലപ്പുറത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. രാവിലെ 9 മണി മുതൽ ഈ പാങ് ഗവൺമെൻറ് LP സ്കൂളിലായിരിക്കും പൊതുദർശനം. അതിനുശേഷം 10 മണിയോടുകൂടി ഈ മൃതദേഹങ്ങളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. അത്രമേൽ സൗഹൃദമുള്ള 9 പേരാണ് മരിച്ചത്. ഒരുമിച്ച് പോയ വിനോദയാത്ര ഒരുമിച്ച് തന്നെ അവരുടെ ജീവൻ കവർന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥ. അവർ അവധിക്കാലം ആഘോഷിക്കുകയാണ്. ഇനി അവധിക്കാലം ആഘോഷിച്ച് ജൂൺ 1 സ്കൂളുകളിൽ തിരിച്ചെത്തുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട അധ്യാപികമാർ അവരെ പഠിപ്പിക്കാനില്ല. കേരളം വിങ്ങിപ്പൊട്ടുകയാണ്. വല്ലാത്തൊരു വേദനയിലാണ് നാം എല്ലാവരും. നമ്മുടെ പ്രതിനിധികൾ പലയിടങ്ങളിൽ നിന്ന് സാനുവിലേക്ക് പോകാം. സാനു ഉണ്ട് അവിടെ നിന്നും, വാൽപ്പാറയിൽ നിന്ന്. സാനു, ആ വാൽപ്പാറ അവരുടെ ജീവനെടുത്ത സ്ഥലമാണ്. 300 അടി താഴ്ചയിലേക്കാണ് ഈ വാഹനം മറിഞ്ഞത്. എന്തായാലും വാൽപ്പാറയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ എങ്ങനെയാണ് ജനക്കൂട്ടം എത്തിയോ? പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? സാനു. അശ്വതി, അനിൽ നമ്പ്യാർ, നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ അപകടം നടന്നിട്ടുള്ള അതിരപ്പള്ളി വാൽപ്പാറ റോട്ടിലാണുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വലിയ മലയുണ്ട്. ഈ ഒരു ഏകദേശം 350 അടി, അതായത് 13ാമത്തെ ഹെയർ പിന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്നത്. അവിടെ നിന്ന് ഈ വാഹനം, ഈ 14 സീറ്ററായിട്ടുള്ള ടെമ്പോ ട്രാവലർ നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു. അതായത് ആ 13ാമത്തെ ഹെയർ പിന്നിലെ ക്രാഷ് ബാരിയർ അടക്കം, ഈ സംരക്ഷണ ഭിത്തി അടക്കം തകർത്തുകൊണ്ടാണ് ഈ വാഹനം തൊട്ട് താഴേക്ക് പതിക്കുന്നത്. നമുക്ക് അതിൻ്റെ എത്രത്തോളം ആഘാതമുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വാഹനത്തിൻ്റെ കിടപ്പ് കാണുമ്പോൾ അത് എത്രത്തോളം ആഘാതത്തോടു കൂടിയാണ് ഇത് താഴേക്ക് പതിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ആ 13ാമത്തെ ഹെയർ പിന്നിൽ നിന്ന് നേരെ തൊട്ട് താഴെയുള്ള പാറയിലേക്കാണ് ആദ്യം വാഹനം വന്ന് ഇടിക്കുന്നത്. അതിനുശേഷം തലകുത്തനെ നേരെ വാഹനം റോഡിലേക്ക് പതിക്കുകയും ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തെ റോഡുണ്ടല്ലോ, ഈ റോഡിൻ്റെ സമീപത്തുള്ള ഈ ഒരു സംരക്ഷണ ഭിത്തിയിൽ തട്ടി ഈ വാഹനം നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത്രയും വലിയൊരു വാഹനം, ഈ ഒരു ടെമ്പോ ട്രാവലർ എന്ന് പറയുന്ന വാഹനം വെറും ഒരു ഇരുമ്പ് കൂനയായിട്ട് അല്ലെങ്കിൽ കട്ടിയായിട്ട് മാത്രം കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം അതിലുള്ള ആളുകൾ 9 പേരാണ് തൽക്ഷണം മരിച്ചിട്ടുള്ളത്. മറ്റ് 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അവരുടെയൊക്കെ ജീവൻ എങ്ങനെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടും വലിയൊരു അത്ഭുതമായി മാറുകയാണ്. അവർക്ക് എങ്ങനെ ഈ ഒരു തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതും വലിയൊരു അത്ഭുതമായിട്ട് തുടരുന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ വാഹനം എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. ഒരു 14 സീറ്റുള്ള ഇത്രയും വലിയൊരു വാഹനം ഒരു ഇരുമ്പ് കൂനയായിട്ട് അല്ലെങ്കിൽ വെറും ചിന്ന ഭിന്നമായിട്ട് കിടക്കുന്നത് ആ അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ചയാണിത്. മാത്രമല്ല ഈ ഒരു റൂട്ടിലൂടെ 40ഓളം ഹെയർ പിന്നുകളുണ്ട്, കൊടും വളവുകളുണ്ട്. മാത്രമല്ല ഇടുങ്ങിയ റോഡാണ്. ഇതിലൂടെ കൃത്യമായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ഡ്രൈവർമാർ വാഹനം ഓടിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകുമെന്നാണ് ഈ നാട്ടിലെ ആളുകൾ പറയുന്നത്. കാരണം ഇത്രയധികം വളവുകളുണ്ട്, കൊടും വളവുകളുണ്ട്. മാത്രമല്ല എതിരെയൊക്കെ മറ്റ് വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് സൈഡ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് വലിയ ആയാസകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ഡ്രൈവർമാർ മാത്രം വാഹനം ഓടിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അവിടെ എങ്ങനെ ഈ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. കാരണം ടെമ്പോ ട്രാവലറാണ്, നമ്മൾ ആ വാഹനത്തിൻ്റെ ഒരു രീതിയൊക്കെ വളരെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പും വാൽപ്പാറയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അപകടങ്ങൾ തുടർക്കഥയാവുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അത് ഒഴിവാക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് ജില്ലാ ഭരണകൂടം ഒക്കെ. അപ്പോൾ വാൽപ്പാറയുടെ കാര്യത്തിൽ അതുണ്ടായില്ല എന്നുള്ളതാണ്. വാൽപ്പാറയിൽ എത്തുന്ന സന്ദർശകരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കേണ്ട ജില്ലാ ഭരണകൂടം അത് ചെയ്തിട്ടുണ്ടോ? അതാണ് ആ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നിരവധി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് അവരെന്താണ് പറയുന്നത് സാനു ഇതിൽ? നേരത്തെ നമ്മുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചൂണ്ടിക്കാണിച്ചത്, അതായത് ഈ നിയന്ത്രണം വിട്ട് വാഹനം താഴേക്ക് പതിക്കുന്നു. ഒരുപക്ഷെ സാങ്കേതിക തകരാറുകൾ വല്ലതും കാണും, അല്ലെങ്കിൽ ഡ്രൈവർ മയങ്ങിപ്പോയതാവാം, അറിയില്ല. വൈകുന്നേരം 5:30 മണിയാണ്, പക്ഷേ എങ്കിലും ഒരുപക്ഷെ തലേ ദിവസം ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും വാഹനത്തിൻ്റെ സാങ്കേതിക പരിശോധനയൊക്കെ ബന്ധപ്പെട്ട നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്? അതിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? അവരുടെ പ്രതികരണം വല്ലതും ലഭിച്ചിട്ടുണ്ടോ?
അനിൽ നമ്പ്യാർ, എന്താണ് ഈ അപകട കാരണം എന്നതിനെക്കുറിച്ചൊക്കെ ഇന്ന് അതിന്റെ വിശദമായിട്ടുള്ള പരിശോധനയും മറ്റ് അന്വേഷണമൊക്കെ ഇന്നാണ് നടക്കുക. നിലവിൽ നമുക്ക് ഈ നാട്ടിലുള്ളവരാരെ, അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് മറ്റാരും എത്തിയിട്ടില്ല. നമ്മൾ എല്ലാവരും അറിയുന്ന പോലെ തന്നെ ഇതൊരു വനപ്രദേശം കൂടിയാണ്. അതുപോലെ തന്നെ അധികം ജനവാസം ഒട്ടും തന്നെ ഇല്ലാത്തൊരു പ്രദേശമാണ്. ഈ സഞ്ചാരികൾ മാത്രമാണ് ഈ ഒരു പാതയിലൂടെ പോകുന്നത്. അവർ മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഈ സഞ്ചാരികൾ മാത്രം ഇത് കണ്ടുപോകുന്നു എന്നതിനപ്പുറം നാട്ടുകാരും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല, ഇന്നലെ ഈ അപകടമുണ്ടായ സമയത്തും രക്ഷാപ്രവർത്തനത്തിന് ഇതിൽ വഴി സഞ്ചരിക്കുന്ന ആളുകളാണ് ആദ്യം ഓടിയെത്തിയിട്ടുള്ളത്. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു അപകട കാരണം അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. മാത്രമല്ല, ഈ പതിവായിട്ട് അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ അപകടം ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണം. മാത്രമല്ല, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ വേണം. നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള മേഖല കൂടിയാണിത്. അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്നുള്ളതൊക്കെ പിന്നീട് നമ്മൾ വിശദമായി പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഈ ഒരു അപകടം നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തൊക്കെ ഒരു സംരക്ഷണ ഭിത്തി കേവലം ഒരു 2 അടി ഉയരത്തിൽ മാത്രമുള്ള കല്ലുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തിയാണ്. കാരണം അല്പം വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഇതിൽ തട്ടിയാൽ ഉറപ്പായിട്ടും മറിഞ്ഞ് താഴേക്ക് കൊക്കയിലേക്ക് പതിക്കുന്ന സാഹചര്യമാണ്. അല്ലെങ്കിൽ ഒരു ഉയരമില്ലാത്ത ഒരു സംരക്ഷണ ഭിത്തി കേവലം ഒരു പേരിന് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ പല ഭാഗങ്ങളും തട്ടി തകർന്ന നിലയിലാണ്. വളവുള്ള ഭാഗങ്ങളിലൊക്കെ ഈ സംരക്ഷണ ഭിത്തിയുടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, തകർന്നിരിക്കുന്ന രീതിയുണ്ട്. കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളും കൃത്യമായിട്ട് ഇവിടെ ഇല്ല. അപകട മേഖലയാണെന്ന് തെളിയിക്കുന്ന സൈൻ ബോർഡുകൾ പോലും പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഭരണകൂടത്തിൻ്റെ വീഴ്ചയായിട്ട് തന്നെ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്. മാത്രമല്ല, ഇവിടെ ഇത്രയധികം സഞ്ചാരികൾ, വലിയ തോതിൽ സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു മേഖലയാണ് ഈ വാൽപ്പാറ റൂട്ട്. ഈ റോഡിൻ്റെ ഒരു രീതി, ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം, അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ദിനം പ്രതി ആളുകൾ ഓടിയെത്തുന്ന സ്ഥലത്ത് ഈ ഒരു സുരക്ഷ മതിയോ എന്നുള്ളതും തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു. കാരണം പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുന്നത്, കണ്ണു തുറക്കുന്നത്. പിന്നീട് ആ സമയത്തൊക്കെ ഒരു പരിശോധന ഉണ്ടാകുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിനുശേഷം ഇതെല്ലാം മറക്കുന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്നത്. അത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇത്രയധികം വലിയൊരു അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ സമയം 7:30 പിന്നിടുകയാണ്. ഈ സമയത്ത് പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നല്ല, അധികൃതരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥർ പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. 9ഓളം ആളുകളുടെ ജീവൻ പോകുന്നു. ഒരേ വലിയ സന്തോഷത്തോടു കൂടി ഒരു വിനോദസഞ്ചാരത്തിന് ഇറങ്ങുന്നു. അവസാനം അത് കണ്ണീർ ആയിട്ട് തിരികെ മടങ്ങുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി ഇറങ്ങുന്നു. കാരണം അതിരപ്പള്ളിയിലൊക്കെ അവർ സന്ദർശിച്ചതിന് ശേഷം ആളിയാർ ഡാം സന്ദർശിക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം വലിയൊരു വില്ലനായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും 9ഓളം ആളുകളുടെ, അധ്യാപകരുടെ ജീവൻ കവർന്നെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമായിട്ട് അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ നിൽക്കുമ്പോഴും ഈ അപകടത്തിന് കാരണം കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ റോഡിൽ ഇല്ലാത്തത് തന്നെയാണ് എന്ന് നമ്മൾ എടുത്തു പറയണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് പോലും ഒരു കൊടും വളവാണ്, 9ാമത്തെ ഹെയർ പിന്നാണ്, ഒരു പ്രധാനപ്പെട്ട വളവാണ്. അവിടെ പോലും കൃത്യമായിട്ടുള്ള ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കാനോ അതേപോലെ തന്നെ സംരക്ഷണ ഭിത്തി കെട്ടാനോ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അനിൽ നമ്പ്യാർ. അശ്വതി സാനു പറഞ്ഞതുപോലെ ഈ ഹെയർപിൻ കേവുകളുള്ള സ്ഥലത്ത് കൃത്യമായിട്ടുള്ള സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ആ ദൃശ്യത്തിൽ കണ്ടതുപോലെ, അതായത് ഫാസ്റ്റായിട്ട് വരുന്ന, വളരെ വേഗതയിൽ വരുന്ന ഒരു വാഹനം, അതിന് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇടിച്ച് ഈ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് മറയും അല്ലേ? അപ്പോൾ ആ സംരക്ഷണ ഭിത്തി, നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയിൽ എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടം വേണ്ട സംരക്ഷണ ഭിത്തികൾ, അതായത് വേണ്ടത്ര ഉയരത്തിൽ സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സാനു പറഞ്ഞു, ഇപ്പോഴും അവിടെ അധികൃതരാരും എത്തിയിട്ടില്ല. വലിയൊരു ദുരന്തത്തിനാണ് ഈ വാൽപ്പാറയിലെ 13ാം വളവ് അല്ലേ സാക്ഷ്യം വഹിച്ചത്. എന്നിട്ട് പോലും അവിടെ ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് വന്നവർ ആയതുകൊണ്ടായിരിക്കാം, അറിയില്ല എന്താണെന്ന്, ഇത്രയും ഒരു അനാസ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്നുള്ളത്. മാത്രമല്ല, ഈ സാങ്കേതിക പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടിയിരിക്കുന്നു. വാഹനത്തിന് ഇനി യന്ത്ര തകരാറ് വല്ലതും ഉണ്ടോ, മറ്റു കാരണങ്ങളൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് എന്തായാലും എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഇനി നമുക്ക് എങ്ങോട്ടാണ്? പാങ്ങിലേക്ക് തന്നെ പോവാം. രമ്യ ചേരുന്നുണ്ട്. രമ്യ, എത്ര മണിക്ക് ഈ മൃതദേഹങ്ങളൊക്കെ എത്തും എന്നാണ് കരുതുന്നത്? അവിടെ ജനപ്രതിനിധികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ടോ? അവരുടെ അധ്യാപകരെ ഒരു നോക്ക് കാണാനായിട്ട് എത്തിയിട്ടുണ്ടോ? എന്താണ് പാങ്ങിൽ നിന്നുള്ള വിശദാംശങ്ങൾ? സങ്കടക്കടലായി മാറിയിരിക്കുകയാണ് പാങ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മറ്റ് വിശദാംശങ്ങൾ രമ്യ.
തീർച്ചയായും അനിൽ, ഈ ഒരു സങ്കടക്കടലായി തന്നെയാണ് പാങ് ദേശം ഇന്ന് മാറിയിട്ടുള്ളത്. ഏകദേശം ഒരു 9 മണിയോട് കൂടി തന്നെ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാടിന് അടുത്ത് എത്തി എന്നുള്ളതാണ് നമുക്ക് അവസാനമായി കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂറിനകം തന്നെ 9 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവിടെ പൊതുദർശനത്തിന് എത്തുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നേരത്തെ അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ LP സ്കൂളിലെ അധ്യാപകരാണ് ഇവരെല്ലാം. അതിനാൽ തന്നെ ഈ കുട്ടികൾ ചെറിയ കുട്ടികളായതുകൊണ്ട് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്ന നിർദ്ദേശമാണ് നിലവിൽ ബാലാവകാശ കമ്മീഷൻ നൽകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, ഇനി അതിനിടയിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ അധ്യാപകരെ അവസാനമായി ഒരു നോക്ക് കാണണമെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് എത്താം, അല്ലാതെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ ഉൾപ്പെടെ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. കാരണം കുട്ടികൾക്ക് ഇത് വലിയൊരു ആഘാതം തന്നെയാണ് നാടിനും അതുപോലെ തന്നെ ഈ നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും. അപ്പോൾ ചെറിയ കുട്ടികൾ കൂടി ആകുമ്പോൾ അവർക്ക് അത് വലിയ തോതിലുള്ളൊരു ഷോക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കുട്ടികളെ ഇങ്ങോട്ട് എത്തിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഇതിൽ പ്രധാന അധ്യാപികയായ അജിത ടീച്ചറുടെ സുഹൃത്തും അതുപോലെ തന്നെ ഈ അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക കൂടിയായ ടീച്ചർ നമ്മോടൊപ്പമുണ്ട്. ടീച്ചറോട് കൂടി നമുക്ക് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. ടീച്ചർ അജിത ടീച്ചറുടെ കൂട്ടുകാരി കൂടിയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഒരു ഓർമ്മ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? അജിതയായിട്ട് എനിക്ക് പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ അടുപ്പുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം PSC കിട്ടിയപ്പോഴും ഞങ്ങൾക്ക് ഏതാണ്ട് ഒരേ സമയത്താണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം കിട്ടുന്നത് ഈ സ്കൂളിൽ ഹൈസ്കൂളിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ കാലം ഇവിടെ ഒന്നിച്ച് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ പ്ലാമന്തോൾ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി പോയി. ടീച്ചർ വേറെ സ്കൂളിലേക്കും പോയി. എന്നിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ പ്ലാമന്തോൾ ഒന്നിച്ച് കുറേ കാലം വർക്ക് ചെയ്തു. പിന്നെ HM പ്രൊമോഷനായപ്പോൾ എനിക്ക് ഹൈസ്കൂളിലേക്കും ടീച്ചർക്ക് LP UP പ്രൊമോഷനാണ് കിട്ടിയത്. അപ്പോൾ ടീച്ചർ അവിടേക്കും ജോയിൻ ചെയ്തു. പിന്നെ ഇവിടെ അടുത്ത് വന്നതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത് ഈ ജൂണിലാണ്. അപ്പോൾ ടീച്ചർ പാങ്ങിലേക്ക് വരൂ, ഞാനിവിടെ ഉണ്ട്, നമുക്കൊന്നിച്ച് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജൊക്കെ അയച്ചു. പിന്നെ എപ്പോഴും മെസ്സേജൊക്കെ അയക്കും, നിരന്തരം ബന്ധപ്പെടുന്നവർ തന്നെയാണ്. കാരണം ഞങ്ങൾ ഒരേ പ്രായമാണ്, നല്ല അടുപ്പുണ്ട്. പിന്നെ റിട്ടയർമെൻറ്റ് ഞങ്ങളത് ഒരുമിച്ചാണ്. ഇപ്പോൾ പെൻഷൻ പേപ്പറുകളൊക്കെ അയക്കുമ്പോൾ നമ്മൾക്ക് ഒന്നിച്ച് ചെയ്യാം, അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഒരുപോലെ ചെയ്യണം എന്നൊക്കെ. ഇതിൽ മറ്റ് അധ്യാപകരെ പിന്നെ ആശ ടീച്ചറെ അറിയാം. ആശ എൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ ആദ്യം വർക്ക് ചെയ്ത സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പോൾ ആശയും എൻ്റെ വീടിൻ്റെ അടുത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മിക്കവാറും തന്നെ ഞങ്ങൾ കാണാറുണ്ട് പച്ചക്കറി വാങ്ങുന്ന കടയിൽ വെച്ചിട്ടും. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങളിരുന്ന് സംസാരിച്ചു. അപ്പം അങ്ങനെ സ്റ്റാഫ് ടൂറ് എന്നൊക്കെ പറഞ്ഞിരുന്നു. കാര്യമായിട്ട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല അതിനെ പറ്റിയൊന്നും. വീട്ടിലത്തെ കാര്യങ്ങളും ഹസ്ബൻഡിന് ഒരു അലർജി ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ. യാത്ര പോകുന്നു അറിഞ്ഞിരുന്നു, പക്ഷേ ഇത് ഇന്നലെ പോകുന്നു അറിഞ്ഞിരുന്നില്ല. അങ്ങനെയൊന്നും കൃത്യമായ വിവരങ്ങൾ യാത്രയെ പറ്റി നമുക്കില്ല. പിന്നെ സ്റ്റാഫ് ടൂർ എല്ലാ വർഷവും പോവാറുണ്ട്. ഇന്നലെ എപ്പോഴാണ് അപ്പോൾ ഈ വാർത്ത അറിയുന്നത്? ഇന്നലെ ഞങ്ങൾക്ക് ഹൈസ്കൂളിന് ഒരു ഹോക്കി കുട്ടികൾ നാഷണൽസ് കളിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം മൺഡേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ക്ഷണിക്കണമെന്ന് വിചാരിച്ച എല്ലാ HMസിനെ അടുത്തുള്ളവരെയൊക്കെ വിളിക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് വൈകിട്ട് ചെന്ന് TV-യിൽ ന്യൂസ് വയ്ക്കുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഇത് അറിയുന്നത്. അപ്പോൾ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ ആകെ ഷോക്കായി. 2 പേരെയും അറിയുന്നവരാണ്, മറ്റവരെയും അറിയും. പിന്നെ അവരെ പേഴ്സണലായിട്ട് അത്ര വലിയ കോണ്ടാക്റ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ മങ്കട സബ് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ട് സഹായിക്കാനും പിരിവിനിറങ്ങാനും അല്ലെ കൂപ്പൺ പിരിവിന് അങ്ങനെയൊക്കെ അവർ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ ഡ്യൂട്ടി ആയിട്ടും സഹകരിച്ചിട്ടുണ്ട്. പിന്നെ പാഠപുസ്തക കമ്മിറ്റി നമ്മുടെ സ്കൂളിലാണ്, പാഠപുസ്തക സൊസൈറ്റി. അപ്പോൾ പുസ്തകം എടുക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. ചൂരൽമലയിൽ ഒരു സ്കൂളേ പോയിട്ടുള്ളൂ. ഇത് ഒരു സ്കൂളിലെ ടീച്ചേഴ്സ് മുഴുവനാണ് പോയത്. ഒന്നും പറയാനില്ല. അനിൽ, ഇതുപോലെ തന്നെയാണ് അജിത ടീച്ചറുടെ പ്രധാന കൂട്ടുകാരി കൂടിയാണ്
അതിനാൽ തന്നെ വിഷമം. കാരണം ഇന്നലെ അപ്രതീക്ഷിതമായാണ് TV വെച്ചപ്പോൾ ഈ ഒരു വാർത്ത, വിയോഗ വാർത്ത അറിയാൻ കഴിഞ്ഞതെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ആ നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും ഇവർ വിട്ടുമാറിയിട്ടില്ല. അതുപോലെ തന്നെ നിരവധി അധ്യാപകരും അന്യാധ്യാപകരുമായിട്ട് നിരവധി പേർ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് ഇവരോടും കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ടീച്ചർമാരെ കുറിച്ചുള്ള ഒരു ഓർമ്മ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? ഞാൻ ഈ ഉപജില്ലയുടെ വിദ്യാഭ്യാസ ഓഫീസറാണ്. അപ്പോൾ ഞാനൊരു 2-3 തവണ സ്കൂൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ HMO എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ടീച്ചറുമായിട്ടാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത്. മറ്റ് ടീച്ചേഴ്സിനെ അറിയാം, പക്ഷേ ടീച്ചർ എല്ലാവരും നന്നായി വർക്ക് ചെയ്യുന്ന നല്ല ടീച്ചേഴ്സായിരുന്നു എന്നുള്ളൊരു ഓർമ്മകളുണ്ട്. ഈ യോഗ വാർത്ത TV വഴി തന്നെയാണോ അറിഞ്ഞിരുന്നത്? നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ്, അതുപോലെ ഒരു നമ്മുടെ DO ഓഫീസിലൊരു ക്ലർക്ക് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളത്. അജിത ടീച്ചറായിട്ടായിരുന്നു കൂടുതൽ ഒരു അടുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു യാത്രയൊക്കെ ടീച്ചർ പറഞ്ഞിരുന്നു? ഇല്ല, നമ്മൾ ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മളൊരു ഓഫീസർ എന്നുള്ള നിലയിൽ നമ്മൾ വരും, അങ്ങനെ കാര്യങ്ങൾ പേഴ്സണലി ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല ഉള്ളത്, ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യം. എങ്കിലും പരിചയപ്പെട്ടിടത്തോളം വളരെ നല്ലൊരു. മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ സ്കൂളിലെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ളൊരു തീരുമാനമാണെന്ന് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞു എന്നാണ് ടീച്ചർ ഉൾപ്പെടെ പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? അങ്ങനെയാണ് കേട്ടത്. കാരണം കൊച്ചു കുട്ടികളാണ്. അപ്പോൾ LP സ്കൂൾ എന്ന് പറയുമ്പോൾ 1 മുതൽ 4 വരെയുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ വളരെ ഒരു 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, ആ ഒരു 8 വയസ്സ്, ആ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളാണ്. അവർക്കിതൊരു ട്രോമ, അവർക്ക് ഒരുപക്ഷെ താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ബാലാവകാശ കമ്മീഷൻ അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ രക്ഷിതാക്കളുടെ കൂടെ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ അത് നമ്മൾ തടയാൻ കഴിയില്ലല്ലോ. അല്ലാതെ സ്കൂളിൽ നിന്ന് നേരിട്ട് കൊണ്ടുവരുന്ന ടീച്ചേഴ്സ് നേരിട്ട് അവരെ കൊണ്ടുവരുന്നൊരു സംവിധാനം വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ കേട്ടത്. അനിൽ, നിലവിൽ അതുതന്നെയാണ് തീരുമാനം. കാരണം കുട്ടികളെ നേരിട്ട് അധ്യാപകർ ഉൾപ്പെടെ നേരിട്ട് എത്തിച്ച് സ്കൂളിലേക്ക് എത്തിക്കുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങുന്നില്ല. കാരണം കുട്ടികളിലേക്ക് ഒരു ട്രോമയായി മാറണ്ട എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ അധ്യാപകരും ഒരു കൂട്ടായ തീരുമാനമാണ് നിലവിലെടുത്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മഞ്ഞളാംകുഴി അലി MLA, അതുപോലെ തന്നെ കോട്ടക്കൽ MLA ആയിട്ടുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം ഏകോപിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ ജനപ്രതിനിധി ഉൾപ്പെടെ ചെയ്യുന്നത്. ഏകദേശം ഒരു 9 മണിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കുമെന്നുള്ള തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ ഇവിടെ, അതിനുശേഷം പൊതുദർശനം ഉണ്ടാകും. തുടർന്നാണ് വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുക. നിലവിൽ ഇതിൻ്റെ എല്ലാ ചടങ്ങുകളും, കാരണം മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചേർന്നാൽ ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള നടപടികൾക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം, ഒരു ജനസാഗരം തന്നെ ഇവിടെ നിലവിലുണ്ട്. കാരണം ഈ അധ്യാപകരെല്ലാം തന്നെ ഇവിടെയുള്ള ഈ പ്രദേശവാസികളാണ്. കൂടാതെ ഈ സ്കൂളിൽ അതായത് ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ സ്കൂളിലും എല്ലാം പ്രിയപ്പെട്ടവരാണ്. ഇപ്പോൾ നേരത്തെ അജ ടീച്ചറെ കുറിച്ചുള്ള ഓർമ്മകളാണ് ടീച്ചറുടെ സുഹൃത്ത് പങ്കുവച്ചത്. കാരണം എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി എല്ലാ കാര്യങ്ങളും പങ്കെടുത്തിരുന്ന ഒരു ടീച്ചറായിരുന്നു അജ ടീച്ചർ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് അധ്യാപകരും അങ്ങനെ തന്നെയാണ്, അതിൽ അനധ്യാപകരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലൊരു തീരെ സങ്കടക്കടലായി മാറിയ ഒരവസ്ഥ തന്നെയാണ്. കാരണം എല്ലാ മുഖങ്ങളും അത്രയധികം മിങ്ങിപ്പൊട്ടിയാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത്. കൂടാതെ ഈ ടീച്ചർമാരുടെ എല്ലാം, ഈ അധ്യാപകരുടെ ഇവരുടെ എല്ലാം ബന്ധുക്കൾ കൂടി, അടുത്തറിയാവുന്ന ആളുകൾ കൂടി ഇവിടേക്ക് സ്കൂളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവരും വളരെ ദുഃഖത്തോടു കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം വളരെ അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു മരണം എന്നുള്ളത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിൽ ഈ മരണം, ഈ 9 പേരുടെയും ജീവൻ കവർന്നെടുത്തിട്ടുള്ളത്. കാരണം ഇന്നലെ രാവിലെ വളരെ ഉല്ലാസത്തോടു കൂടിയ ഒരു യാത്ര, അതായത് സ്കൂൾ വെക്കേഷനാണ്, അപ്പോൾ തീർച്ചയായും ഒരു ടൂർ എന്നൊരു വിനോദ യാത്ര എന്നുള്ള രീതിയിലാണ് ഇവർ കാലത്ത് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. പക്ഷേ വൈകിട്ട് ഏകദേശം 5:30 തന്നെ ഒരു ദുഃഖവാർത്തയാണ് ഇവരെ തേടിയെത്തുന്നത്. നിലവിലിപ്പോൾ ഇവിടെ ജനപ്രതിനിധിയായി ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്. നമുക്ക് MLAയോട് തന്നെ മറ്റു കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? പൂർത്തിയായിട്ടുണ്ട്. പിന്നെ പൊതുദർശനങ്ങൾ വെക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും, പൊതുദർശനത്തിന് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1/4 മണിക്കൂറിനകത്ത് ബോഡിയെല്ലാം എത്തും. ഇപ്പോഴത്തെ ഒരു പറഞ്ഞു വെച്ചത് 1 മണിക്കൂറിനോളം ഇവിടെ പൊതുദർശനത്തിന് വെക്കാമെന്നാണ്. പക്ഷേ ഒരു സ്കൂളിലെ അധ്യാപകരും ഒക്കെ ആകുമ്പോൾ നാടൊന്നിച്ച് ഒരു വേദനയിലാണ്. അപ്പോൾ ആളുകളുടെ ഒരു ബാഹുല്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം അത് നീണ്ടേക്കാനും സാധ്യതയുണ്ട്. എന്തായാലും പൊതുദർശനവും അതുപോലെ തന്നെ ക്രിമേഷന് ആവശ്യമായ സൗകര്യങ്ങളുമൊക്കെ കൃത്യമായും ശരിയാക്കിയിട്ടുണ്ട്.
ഇതുതന്നെയാണ് കാരണം പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറാണ് സമയം ഇവിടെ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ അത് വലിയ തോതിലുള്ള ജനക്കൂട്ടം നിലവിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ കൂടുതൽ ആളുകൾ, കാരണം ഈ നാടിന് പ്രിയപ്പെട്ടവരാണ്, ഈ സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ട അധ്യാപകരാണ്. അപ്പോൾ കുറേ കൂടി ആളുകളുടെ ഒരു സാന്നിധ്യം ഈ ഇവിടേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ ആ പൊതുദർശനത്തിൻ്റെ സമയം നീട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ MLA യും പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 1 മണിക്കൂറാണ് ഇവിടെ പൊതുദർശനത്തിൻ്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവരുടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകും. അനിൽ. വളരെ വേദനാജനകമായ വിവരങ്ങൾ. സഹപ്രവർത്തകരുടെ അവർക്ക് വിശ്വസിക്കാനാകുന്നില്ല ഇപ്പോഴും. അനുഭവം നോക്കൂ അല്ലേ, എത്ര പെട്ടെന്നാണ് എല്ലാം കീഴ്മേൽ മറിയുന്നത്. എന്തായാലും അവരെ കാണാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചു കൂടിയിരിക്കുന്ന ജനസാഗരത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പലർക്കും അവരെപ്പറ്റി നല്ല ഓർമ്മകൾ മാത്രമേ ഓർത്തെടുക്കാനുള്ളൂ. ഒരിക്കലും വിചാരിച്ചില്ല. പലപ്പോഴും ഈ TV-യിൽ വാർത്ത വെച്ചപ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ വിയോഗത്തിൻ്റെ വിവരങ്ങൾ അറിഞ്ഞത്. അങ്ങനെ അടുത്ത സൗഹൃദമുള്ളവർ നമ്മളോട് പ്രതികരിച്ചു. രമ്യ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ കുട്ടികളെ അല്ലേ അങ്ങോട്ട് അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കണക്കിന് നല്ലതാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകരുമായിട്ടൊക്കെയുള്ള ആ ഒരു അടുപ്പം, അതുകൊണ്ട് തന്നെ അവരുടെ വിയോഗം ഒരുപക്ഷെ അവർക്ക് താങ്ങാനാവില്ല. വലിയ ആഘാതത്തിലായിരിക്കും കുട്ടികൾ. സ്വാഭാവികമായും ചേതനയേറ്റ ആ ശരീരം കാണുമ്പോൾ അല്ലേ ഏത് രീതിയിൽ അവർ പ്രതികരിക്കും. പക്ഷെ അവസാനമായി ഒരു നോക്ക് കാണേണ്ടതാണ് അവർ. അതെ, കാണേണ്ടതാണ്. പക്ഷേ എങ്കിലും ഒരുപക്ഷെ അവർക്ക് താങ്ങാൻ ഒക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അവരെ കൊണ്ടുവരാത്തതാണ് നല്ലത് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് പോവാം. ഇതുമായി ബന്ധപ്പെട്ട ഇടവേളയ്ക്ക് ശേഷം.